നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. കൃഷ്ണമോഹൻ ചേരുന്നുണ്ട്. പമ്പയുടെ ഇരു കരകളിലും സ്ഥിതി ഗുരുതരമാണ്. സ്ഥിതി ഏറ്റവും ഗുരുതരമായ പത്തനംതിട്ട ജില്ല റാന്നിയിലാണ് പ്രളയം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. റാന്നി വടശ്ശേരിക്കര മേഖല മുങ്ങി. പഴവങ്ങാടി അത്തിക്കയം മേഖലകൾ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറിയിരിക്കുകയാണ്. തൂമ്പാക്കുളം മേൽത്തട്ട് ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി. തേക്കുതോട് കൊച്ചുപാലം മുങ്ങി. തണ്ണിത്തോട് ഭാഗത്തും നദിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയാണ്. തേക്കുതോട് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൃഷ്ണമോഹൻ ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത് സംഭവിച്ചത്. 2018 ശക്തമായി ഇരച്ചു വെള്ളം കയറുന്നുവെന്നാണ് പ്രദേശവാസികൾ പലരും പറയുന്നത്. എന്താണ് സ്ഥിതി? അതെ പി ജി, ഞാനിപ്പോൾ നിൽക്കുന്നത് റാന്നി ടൗണിലാണ്. വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ആളുകൾക്ക് പോലും ഞെട്ടൽ. കാരണം 2-2.5 മണിക്കൂർ കൊണ്ടാണ് ഈ റാന്നി ടൗണ് ഈ രീതിയിൽ മുങ്ങിയിരിക്കുന്നത്. അതിഭീകരമായ സ്ഥിതി. ആളുകൾക്ക് എങ്ങോട്ടും പോകാൻ വഴിയില്ല. റാന്നിയിലെ പല പഞ്ചായത്തുകളും തുരുത്തുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആളുകളെ പലയിടത്തും വീടുകളിലും മറ്റുമൊക്കെ എത്തി ആളുകൾ ഇപ്പോൾ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എല്ലായിടത്തും വെള്ളമാണല്ലേ? ഇവിടെ ഒരു 4:45 മുതൽ പെട്ടെന്ന് വെള്ളം കയറിയായിരുന്നു. ഇപ്പോൾ അവിടെ 2 പേരുണ്ടായിരുന്നു. അവിടെ ശരിക്കും വെള്ളത്തിൽ പോയതാ. അപ്പോൾ ഇദ്ദേഹമാണ് എന്നെ വിളിച്ച് പറയുന്നത് അവിടെ 2 പേരാണ്. പിന്നെ പോയി രക്ഷപ്പെടുത്തി ആ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ഞാൻ കയറ്റിയിട്ടുണ്ട്. എന്തായാലും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിപ്പെട്ട് പോയതാ. ശരിക്കും മരിച്ച ലക്ഷണത്തിൽ കിടന്നാ താഴെ പോയതാ. എന്തായാലും പൊക്കി രക്ഷപ്പെടുത്തി ആ കെട്ടിടത്തിൽ ഉണ്ടതാ. അവിടെ നല്ല ആഴമുണ്ട്. അതുകൊണ്ട് മണ്ടയ്ക്ക് ഞാൻ ആളെ കയറ്റിയിട്ടുണ്ട്. ഈ റോഡിലേക്കല്ലേ പഴവങ്ങാടി അക്കരക്കോട്ട് കയറുന്നതിന്റെ ആ പാലത്തിന്റെ അവിടുത്തെ കുഴിയിലാണ് താന്നു പോയത്. എവിടുന്ന് ഈ വെള്ളം ഇങ്ങനെ ഇറച്ചു കയറിയിരിക്കുകയാണ്. പമ്പാ നദിയിൽ നിന്ന് ഇവിടെ പ്രദേശമെല്ലാം മുങ്ങിയിരിക്കുന്നു. ആളുകൾ പറഞ്ഞതുപോലെ ഈ മാമുക്ക് ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. എല്ലായിടത്തും ഇതേപോലെ ഒറ്റപ്പെട്ടെടുക്കുന്നു. അത്തിക്കയം പഞ്ചായത്ത്, നാരായണമൂഴി, എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ ആളുകൾ ഒറ്റപ്പെട്ടെടുക്കുന്നു. എല്ലാ ഭാഗവും ഒറ്റപ്പെട്ട സ്ഥിതിയാണ് റാന്നിയെ സംബന്ധിച്ച്. മറ്റൊന്ന് പി ജി പറഞ്ഞതുപോലെ തേക്കുതോട്, തണ്ണിത്തോട് മേഖലയാണ്. തേക്കുതോട് മേഖലയിലെല്ലാം പലയിടത്തും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നെല്ലിക്കാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം, കൊക്കാത്തോട് മേഖല, അവിടെ ഉരുൾപൊട്ടിയിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ഉരുൾപൊട്ടലാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന റാന്നിയിൽ ഇവിടെ മാത്രമാണ് എനിക്കിപ്പോൾ നിൽക്കാവുന്നത്. എൻ്റെ കഴുത്തിനറ്റത്തോളം വെള്ളം തൊട്ടപ്പുറത്തുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. ആളുകൾ പലരും അവരിവിടെ നിന്ന് മാറുകയാണ്. നമ്മൾ വന്നപ്പോൾ വെള്ളം കൂടുന്നുണ്ട്. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കൂടുവാണ്. ഇപ്പോൾ വണ്ടികളൊക്കെ തെള്ളി മാറ്റിയിട്ടുണ്ട്. സേഫാണ്. പിന്നെ ആൾക്കാരെല്ലാം സേഫായിട്ടിരിപ്പുണ്ട്. മേളത്തെ നിലയിലോട്ടൊക്കെ ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. ഇവിടെല്ലാം ആളുകൾ വീടിന്റെ മുകൾ നിലയിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. ഈ കടകളുടെയൊക്കെ മുകൾ നിലയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കുമല്ലോ ആളുകൾ ഇങ്ങനെ അതായത് നമ്മൾ 2018 പ്രളയത്തിൽ കണ്ടതുപോലെ ആളുകൾ വീടിന്റെ മുകളിലിരുന്ന് നമ്മളോട് ഈ രൂക്ഷമായ സ്ഥിതിയെക്കുറിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ സ്ഥിതി രൂക്ഷമാണ്. പമ്പാ നദി കരകവിഞ്ഞൊഴുകി കല്ലാറും കക്കട്ടാറും ഒഴുകിയതാണ് കോന്നി താലൂക്കിലെ പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെയും റവന്യൂ അധികൃതരെയും ജില്ലാ ഭരണകൂടം അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉൾവനത്തിലൊക്കെയും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഉരുൾപൊട്ടലാണ് ഈ രീതിയിൽ നദികൾ കരകവിയാൻ കാരണമായത്.